ഗൾഫ് മേഖലയിൽ വ്യാപക ആക്രമണം തുടർന്ന ഇറാൻ. ഇതുവരെ 6 മരണം. ടെൽ അവീവിലും ജെറുസലേമിലും കുവൈറ്റിലും ഇറാന്റെ ആക്രമണം. 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു. ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ നീട്ടി. മിനാബിൽ സ്കൂളിന് നേരെയുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ മരണസംഖ്യ 180 കടന്നു. വീണ്ടും B-2 ബോംബർ ഉപയോഗിച്ച് അമേരിക്ക. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം B-2 ബോംബർ ഉപയോഗിച്ച് തകർത്തു. ദൃശ്യങ്ങൾ പുറത്തുവിട്ട് അമേരിക്കൻ സെൻട്രൽ കമാൻഡ്. ഇറാനെതിരായ സൈനിക നടപടി നീളുമെന്ന് അമേരിക്ക. നടപടി 4 ആഴ്ച വരെ നീളുമെന്ന് ട്രംപ്. ഇറാനെതിരെ GCC കൗൺസിൽ. ആക്രമണം തുടർന്നാൽ പ്രത്യാഘാതം ഗുരുതരമാകും. ഇറാനിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ പിൻവലിച്ച് UAE-യും അബുദാബിയും സ്റ്റോക്ക് മാർക്കറ്റും അടച്ചു. യുദ്ധത്തിൽ ആശങ്ക അറിയിച്ച് ഇന്ത്യ. ഇസ്രായേൽ പ്രധാനമന്ത്രിയെയും UAE പ്രസിഡന്റിനെയും ഫോണിൽ വിളിച്ച് പ്രധാനമന്ത്രി. സംഘർഷം അവസാനിപ്പിക്കണമെന്ന് നെതന്യാഹുവിനോട് മോദി. പരമാധികാരം സംരക്ഷിക്കാനുള്ള UAE-യുടെ നീക്കങ്ങൾക്ക് പിന്തുണ. മേഖലയിലെ സ്ഥിതി വിശദമായി വിലയിരുത്തി കേന്ദ്ര മന്ത്രിസഭാ സമിതി. വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കുന്നത് തുടരുന്നു. നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള 23 വിമാനങ്ങൾ റദ്ദാക്കി. തിരുവനന്തപുരത്ത് നിന്ന് 20 സർവീസുകളും റദ്ദാക്കി. കരിപ്പൂരിൽ നിന്ന് വിമാന സർവീസുകൾ പൂർണ്ണമായും മുടങ്ങി. ആറ്റുകാൽ പൊങ്കാല നാളെ. തിരുവനന്തപുരത്തേക്ക് ഭക്തജന പ്രവാഹം. തിരുവനന്തപുരം നഗരപരിധിയിലെ 28 സ്കൂളുകൾക്ക് അവധി. സുരക്ഷയ്ക്ക് 5000-ഓളം പോലീസുകാർ. നാളെ പ്രാദേശിക അവധി. ചോറ്റാനിക്കര മകം തൊഴൽ ഇന്ന്. മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരം തുടരുന്നു. ഇന്ന് ചർച്ച. DME സമരം അടിച്ചമർത്താൻ കൂട്ടുനിൽക്കുന്നതായി KGM-CTA. മഞ്ഞുമൽ ബോയ്സിന്റെ സംവിധായകൻ ചിദംബരത്തിനെതിരെ ലൈംഗിക അതിക്രമത്തിന് കേസ്. ഫ്ളാറ്റിൽ അതിക്രമിച്ചു കയറി ലൈംഗിക ഉദ്ദേശത്തോടെ പെരുമാറിയെന്ന് യുവതിയുടെ പരാതി. എറണാകുളം സൗത്ത് പോലീസ് കേസെടുത്തത് 2022 നടന്ന സംഭവത്തിൽ. സഞ്ജു സാംസണ് അഭിനന്ദന പ്രവാഹം. പോസ്റ്റുകളുമായി സിനിമാ താരങ്ങൾ. ചേട്ടൻ പൊളിയാണ് എന്ന് ചെന്നൈ സൂപ്പർ കിങ്സ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.